ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നമ്മളെ വയനാട്ടിലെല്ലാം കാണുന്ന തുറമാങ്ങയാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഞാൻ ആവിയിൽ വേവിക്കുകയാണ്. ആവിയിൽ വേവിക്കുമ്പോൾ ഒരു 10 മിനിറ്റെങ്കിലും അതിൽ നിന്ന് വേകണം. അതിനുശേഷം ഇപ്പോൾ ചെറിയ ഒരു യെല്ലോ കളർ ആയിട്ടുണ്ട്. നമുക്ക് ഇത് മുറിച്ച് മാറ്റണം. അതിന് ശേഷം ഇതിൽ തണിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് മുറിക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ഞാൻ മുറിച്ചു മാറ്റി ഇപ്പോൾ വെയിലത്തേക്ക് നമുക്ക് മാറ്റാം. വെയിലത്തേക്ക് ഇട്ടു. ഇത് 3-4 ദിവസം വെയിൽ കൊള്ളണം. പിന്നെ അതിന് ശേഷമുള്ള വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ ഇവിടെ മസാലക്കൂട്ട് തയ്യാറാക്കാൻ എടുത്തത് ചെറിയ ജീരകം, വലിയ ജീരകം, കുരുമുളക്, ഉലുവ, കായ്മുളക്, കടുക് ഇതെല്ലാം കൂട്ടി നമുക്കിത് വറുക്കണം. നല്ലോണം മൂക്ക വറുക്കണം. അധികം മൂക്കാൻ പറ്റരുത്. കായ്മുളക് കരിഞ്ഞു പോകാണ്ട് നമുക്കത് എടുക്കണം അരിഞ്ഞ്. അതിന് ശേഷം നമുക്കത് തണിയാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. തണിഞ്ഞതിന് ശേഷം മാത്രമേ മിക്സിയിലിട്ട് പൊടിക്കാൻ പാടുള്ളൂ. അതിപ്പോൾ ഏകദേശം തണിഞ്ഞു എന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ മിക്സിയിലിട്ടതിന് ശേഷം പൊടിച്ച് അതിന് ശേഷം ഉപ്പ് കുറവുണ്ട്. അതിന് ശേഷം ഞാൻ ഉപ്പ് ചേർത്ത് ഞാൻ അതിലിട്ട് മിക്സാക്കി പിന്നെ ഞാൻ അതിൽ മാങ്ങയിട്ട് സുർക്ക ചേർത്തിനു. അത് നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല. ആ വീഡിയോ ഒന്ന് മിക്സായിപ്പോയി. പിന്നെ ആ മസാല നല്ലോണം കൂട്ടി ഞാനിപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് അത് മാറ്റുകയാണ്. വിനാഗിരി ചേർക്കുന്ന വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. എല്ലാവരും ക്ഷമിക്കണം. എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് അടിക്കണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ടും ചെയ്യണം. പിന്നെ നമ്മളെ ഈ മാങ്ങ നിറച്ചിട്ട് ഇങ്ങനെ പ്ലേറ്റിലേക്ക് മാറ്റിയിരുന്നു. ഇങ്ങനെ കേട്ടോ കിട്ടിയത്. അവസാനമായി നമ്മൾ തുറമാങ്ങ ഇങ്ങനെ റെഡിയായിരിക്കുന്നു. അതിനുശേഷം എങ്ങനെയുണ്ട് ഗൈസ് എൻ്റെ ഈ തുറമാങ്ങ? പിന്നെ അതിൻ്റെ ലേശം പൊടി ബാക്കിയുണ്ടായിരുന്നു. അതിനാൽ ലേശം കുപ്പിയിലേക്ക് മാറ്റി പിന്നെയും തുറമാങ്ങ ആകുമ്പോൾ യൂസ് ചെയ്യണം.